So, hi everyone. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് UGC നെറ്റ് പേപ്പർ 1-ലെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ സെക്കൻഡ് മോഡ്യൂളിലെ സ്റ്റെപ്സ് ഇൻ റിസർച്ച് ആണ്. ഓക്കെ, സോ ഒരു നോർമൽ റിസർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു റിസർച്ച് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു PhD ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു അല്ലാത്തൊരു റിസർച്ച് ആയിക്കോട്ടെ, സോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു റിസർച്ച് നടത്തുമ്പോൾ അതിൽ വരുന്ന ഡിഫറെന്റ് സ്റ്റെപ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നോർമലി 8 സ്റ്റെപ്സ് ആണ് റിസർച്ചിൽ നമ്മൾ പറയുന്നത്. സോ നമുക്കറിയാം, റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെർച്ച് ഫോർ എ നോളജ്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഒരു നടന്ന ഒരു കാര്യത്തിനെ ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് വാട്ട് ഹാപ്പൻഡ് എന്നുള്ളത് അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പൊ ബിസിനസ് സൈഡിലൊക്കെ ഉള്ള റിസർച്ച് ആണെങ്കിൽ നമ്മൾ എങ്ങനെ ബിസിനസ് ഇംപ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താൽ ബിസിനസ് കുറച്ചും കൂടെ ബെറ്റർ ആവും, ലോസ് കുറയ്ക്കാം, പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാം, സോ എന്നുള്ളതൊക്കെ നമ്മൾ ഫൈൻഡ് ചെയ്യാൻ ആണ് റിസർച്ച് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു നോർമലി ഒരു റിസർച്ചിൽ 8 സ്റ്റെപ്സ് ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ഇസ് ഐഡന്റിഫൈങ് ദ പ്രോബ്ലം, നെക്സ്റ്റ് ഇസ് റിവ്യൂയിങ് ദ ലിറ്ററേച്ചർ, സെറ്റിംഗ് റിസർച്ച് ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഹൈപ്പോത്തസിസ്, choosing the study design, deciding the sample design, collecting data, processing and analyzing data, writing the report. Okay, so ഇതാണ് 8 സ്റ്റെപ്സ് ആയിട്ട് വരുന്നത് ഒരു നോർമൽ റിസർച്ചിന്. സോ ഓരോ സ്റ്റെപ്സ് നോക്കുന്നതിന് മുമ്പ് നമുക്ക് നോക്കാം, നോർമലി ഒരു കാര്യത്തെ പറ്റി നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ സീരിയസ് ആയിട്ട് ഒരു കാര്യത്തെ പറ്റി ഒരു കാര്യം നമുക്ക് പഠിക്കണം അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് കണ്ടുപിടിക്കണം, നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? ആദ്യം നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണ് കണ്ടുപിടിക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ഇരുന്ന് ആലോചിച്ച് എഴുതി വെക്കും. റൈറ്റ്, എന്തിനാണ് നമ്മളിത് പഠിക്കുന്നത്? അപ്പം ആ ഒരു കറക്റ്റ് നമുക്കറിയാം. നമുക്കിപ്പോ ഒരു സബ്ജക്ട് ഡിഫിക്കൽട്ട് ആണെങ്കിൽ നമ്മൾ നോക്കും എന്താണ് നമ്മുടെ അവിടുത്തെ പ്രോബ്ലം. സോ നമ്മൾ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ദ പ്രോബ്ലം. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് പ്രോപ്പർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, റിവ്യൂയിങ് ദ ലിറ്ററേച്ചർ. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമ്മളൊരു കാര്യം കാര്യമായിട്ട് പഠിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മാക്സിമം നമ്മൾ ബുക്കുകൾ വായിക്കും, ഓൺലൈൻ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് നോക്കും. ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ എന്തൊരു കാര്യവും തുടങ്ങുന്നത്. പിന്നെ നമ്മൾ നോക്കും ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ ഒരു എന്താ പറയാ റിസർച്ച് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഇത് പഠിക്കുന്നത്, അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് എന്ത് പഠിക്കണം എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ സ്റ്റഡി ഡിസൈൻ, ഹൗ ടു സ്റ്റഡി ദാറ്റ് ടോപ്പിക് ഇൻ ഡീറ്റെയിൽ. അതിപ്പം ചില മാത്സ് ഒക്കെ ആണെങ്കിൽ കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് പഠിക്കേണ്ടതായിരിക്കും. ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസിലൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രോഗ്രാംസ് ചെയ്ത് പഠിക്കണം. അതേപോലെ സോഷ്യൽ സ്റ്റഡീസ് ആണെങ്കിൽ കൂടുതൽ വായിച്ച് പഠിക്കണം. അപ്പൊ ഓരോന്നിനും ഓരോ സ്റ്റഡി ഡിസൈൻസ് ഉണ്ട് അല്ലേ? അപ്പൊ അത് ചൂസ് ചെയ്യുക ഏതാന്നുള്ളത്. ആൻഡ് സാമ്പിൾ ചെയ്യുക എന്നുള്ളത് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇതൊരു റിസർച്ച് എക്സാമ്പിൾ അല്ല, ഒരു വളരെ നോർമൽ എക്സാമ്പിൾ ആണ്. റിസർച്ച് എക്സാമ്പിൾസിലോട്ട് നമുക്ക് വരാം. സാമ്പിൾ ഡിസൈൻ, ഇപ്പൊ കുറേ ബുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം പഠിക്കേണ്ടായിരിക്കും. നമുക്ക് ആവശ്യമുള്ള പേജസ് മാത്രം ചൂസ് ചെയ്യുക. അതായത് ഹോൾ നമുക്ക് മൊത്തം ഉണ്ട്, അത് മൊത്തം നമുക്ക് പഠിക്കുക അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ ഇതിനകത്തുനിന്ന് ഒരു ചെറിയ പാർട്ട്, നമുക്ക് ആവശ്യമുള്ള ഒരു ചെറിയ പാർട്ടിനെ നമ്മൾ എടുക്കും. സോ അതാണ് സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സാമ്പിൾ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനകത്ത് ഇപ്പൊ ഒരു ബുക്കോ അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യും, അതിനകത്തുനിന്ന് നമ്മൾ വേണ്ട ഡേറ്റ പഠിക്കും. സോ അത് ഏതൊക്കെയാന്ന് നോക്കിയിട്ട് അത് പഠിക്കും. വേണ്ട ഡേറ്റ അത് നമ്മൾ കളക്ട് ചെയ്യും. ഏതൊക്കെ പേജസ് ആണ് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഏതൊക്കെ സബ് ഹെഡിങ്സ് ആണ് ഇമ്പോർട്ടന്റ് എന്നുള്ളത് നമ്മൾ കളക്ട് ചെയ്യും. ആൻഡ് എന്നിട്ട് നമ്മൾ ആ കിട്ടിയ ഡേറ്റ അല്ലെങ്കിൽ നോട്ട്സ് വെച്ചിട്ട് നമ്മൾ പഠിക്കും, മനസ്സിലാക്കും. നമുക്ക് അത് എന്തിനാണോ അപ്ലൈ ചെയ്യാനുള്ളത് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യും അല്ലെ? ഇപ്പം മാത്സിലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ അങ്ങനെ ഒരു ടോപ്പിക്, എന്തെങ്കിലും ടോപ്പിക് എടുത്തോളൂ, മാത്സിലെ ഡിഫറൻഷ്യൽ ഇക്വേഷനോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൽ എന്തെങ്കിലും ടോപ്പിക്കോ വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മളത് ആ ഡേറ്റ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് അപ്ലൈ ചെയ്യാൻ നോക്കും അല്ലെ? അതാണ് റൈറ്റിംഗ് ദ റിപ്പോർട്ട്. നമ്മൾ ഫൈനലി അതിനെ നമ്മൾ എഴുതി വെക്കും. നമുക്ക് ഏത് ഇക്വേഷൻ ആണോ വേണ്ടത് ആ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ റൈറ്റ് ഡൗൺ ചെയ്ത് വെച്ചിട്ട് ആൻഡ് ദെൻ വി അപ്ലൈ അല്ലെ? സോ അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഏതൊരു കാര്യമാണെങ്കിലും, ഇപ്പൊ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരു പഠിക്കുന്ന കാര്യമാണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു ഇതിലായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് റിസർച്ച് സൈഡിലോട്ട് വരാം. ഇതൊരു ലേമാൻ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ടു മേക്ക് യു മോർ ഫെമിലിയർ ടു ദ ടോപ്പിക്. ഇനി നമുക്ക് റിസർച്ച് എക്സാമ്പിൾസ് വെച്ചിട്ട് ഓരോ സ്റ്റെപ്പിലും എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഒന്നുകൂടെ നമുക്ക് സ്റ്റെപ്സ് ഒന്നുകൂടെ വായിച്ചേക്കാം. ഫസ്റ്റ് വൺ ഇസ് ഐഡന്റിഫൈങ് ദ പ്രോബ്ലം, റിവ്യൂയിങ് ലിറ്ററേച്ചർ, സെറ്റിംഗ് റിസർച്ച് ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഹൈപ്പോത്തസിസ്, choosing the study design, deciding on the sample design, collecting data,
processing and analyzing the data, writing the report. Okay. First one ആണ് identifying the problem. ഇനി നമുക്കൊരു PhD ലെവൽ എക്സാമ്പിളിലോട്ട് വരാം. ഓക്കെ, നിങ്ങൾ കുറച്ച് പേരൊക്കെ PG സമയത്തായാലും റിസർച്ച് പ്രൊജക്ടുകൾ ചെയ്ത് കാണും. ചിലവര് അല്ലാത്ത പ്രൊജക്ടുകളായിരിക്കും ചെയ്തിരിക്കുന്നത്. വാട്ട് ആർ ഇറ്റ് ഇസ്, നമുക്ക് എക്സാമ്പിൾ എടുക്കാം. അപ്പൊ നമ്മളൊരു കാൻഡിഡേറ്റ് PhDക്ക് പോകുമ്പോൾ ഫസ്റ്റ് തിങ് ഇസ് നമുക്കൊരു ടോപ്പിക് ഫൈൻഡ് ചെയ്യണം അല്ലെ. ടോപ്പിക് ഐഡന്റിഫിക്കേഷൻ ആണ് ഫസ്റ്റ് മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നോർമലി വാട്ട് ഹാപ്പൻസ് ഇസ് നമ്മുടെ ഗൈഡ് ഒരു എന്താ പറയാ ഒരു ബ്രോഡ് ടോപ്പിക് നമുക്ക് തരും ആൻഡ് അതിനകത്തുനിന്ന് ഒരു സ്പെസിഫിക് ടോപ്പിക് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റും കൂടെ നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാൻ. ഓക്കെ, ഇപ്പം നമുക്ക് എന്താ പറയാ ഇപ്പൊ കോവിഡ് ആണ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എമംഗ് ദ റിസർച്ചേഴ്സ്. അത് ഇപ്പൊ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, കോവിഡ് ഇസ് വൺ ഓഫ് ദി വെരി ട്രെൻഡിങ് ടോപ്പിക് എമംഗ് ദ റിസർച്ചേഴ്സ്. പക്ഷെ എനിക്കിപ്പം കോവിഡിനെ പറ്റി റിസർച്ച് ചെയ്യാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഇപ്പം ഒരു ബയോളജി സൈഡിലുള്ള റിസർച്ചർ ആണെന്ന് വിചാരിക്കൂ, ആ പേഴ്സണ് കോവിഡിനെ പറ്റി റിസർച്ച് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല. ഹിസ് ഏരിയ ഓഫ് റിസർച്ച് ക്യാൻസർ ആണ്. അപ്പൊ കോവിഡ് എടുക്കുന്നതിലും യു ഗോ ഫോർ ദ ടോപ്പിക് ക്യാൻസർ. ഓക്കെ, ബട്ട് മേക്ക് ഷുവർ ഇറ്റ് ഇസ് സബ്ജക്ട് ടു ദി അപ്രൂവൽ ഓഫ് ദ ഗൈഡ്. ഇപ്പം ഒരു PhD ലെവലിലുള്ള റിസർച്ച് ആണെങ്കിൽ അപ്പോഴേ ഒരു ഗൈഡിന്റെ പ്രസൻസ് അവിടെ ആവശ്യമുള്ളൂ. അപ്പൊ നമ്മൾ തന്നെ റിസർച്ച് ചെയ്തു പബ്ലിഷ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഗൈഡിന്റെ പ്രസൻസ് അവിടെ ഇല്ല നോർമലി. അപ്പം ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ PhD എക്സാമ്പിൾ ആയതുകൊണ്ടാണ് നമ്മൾ ഗൈഡിന്റെ അപ്രൂവലും നോക്കുക. അതൊരു മെയിൻ കാര്യമാണ്. സോ നമ്മൾ ഫസ്റ്റ് ഒരു ടോപ്പിക് ഫൈൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതനുസരിച്ച് വേണം സെലക്ട് ചെയ്യാൻ. അല്ലെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ഇസ് കുറെ കഴിയുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നും അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കേട് തോന്നും. സോ അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും നമ്മൾ PhD അല്ലെങ്കിൽ ഒരു റിസർച്ച് സൈഡിൽ നോക്കുമ്പോൾ നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റിന് നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. ആൻഡ് ഓൾസോ നമ്മൾ ചൂസ് ചെയ്യുന്ന ടോപ്പിക്കിന് നമുക്ക് ആവശ്യത്തിന് ഇൻഫർമേഷൻ, അത് ഡേറ്റയുടെ സെൻസിലായിക്കോട്ടെ അല്ലെങ്കിൽ പ്രീവിയസ് സ്റ്റഡി, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് നല്ലൊരു മാനേജബിൾ എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ വേണം. ഒന്ന് മാനേജബിൾ എമൗണ്ടും ആയിരിക്കണം, ആവശ്യത്തിന് ഇൻഫർമേഷനും വേണം. ഓക്കെ, അപ്പം ആ രണ്ട് കാര്യങ്ങൾ നോക്കുക. നമുക്ക് കിട്ടുന്ന ഡേറ്റ അല്ലെങ്കിൽ നമുക്കിപ്പം ചില വർക്കുകളുണ്ട് നമുക്ക് ഡേറ്റ കിട്ടാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. നമുക്ക് ഒരിക്കലും മാനേജ് ചെയ്യാൻ പറ്റില്ല. ഡേറ്റ കളക്ഷനും കാര്യങ്ങളും നമുക്ക് മാനേജബിൾ ആയിരിക്കണം. എപ്പോഴും നമ്മുടെ കയ്യിൽ നിൽക്കുന്നതായിരിക്കണം ഡേറ്റ. പ്രീവിയസ് വർക്കുകളെ പറ്റിയിട്ടുള്ള അറിവുകൾ കിട്ടണം. പ്രത്യേകിച്ച് ഇപ്പം ഈ ഡ്രഗ് മെഡിസിൻ റിസർച്ചുകളിലൊക്കെ വരുന്ന ഒരു പ്രശ്നമാണ്, നമുക്ക് പഴയ ഡേറ്റ ബാക്കിയുള്ളവർ ചെയ്ത ഡേറ്റ എന്താണെന്ന് അവർ തരില്ല. ഇപ്പം കമ്പനികളാണെങ്കിലും ആളുകളാണെങ്കിൽ പോലും ആ ഡേറ്റ എല്ലാവരും തരാൻ വില്ലിങ് ആയിരിക്കില്ല. കാരണം പേറ്റന്റബിൾ അല്ലേ ഇതൊക്കെ. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പൊ നമുക്ക് എപ്പോഴും ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ ഈസി ആയിരിക്കണം. ഓക്കെ, ബി ഒറിജിനൽ ആൻഡ് റിയലിസ്റ്റിക്. അപ്പൊ നമ്മൾ റിസർച്ച് ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ഉറപ്പുവരുത്തുക, ഒന്നത് ഒറിജിനൽ ആയിട്ട് ഒരു പ്രോബ്ലം ആയിരിക്കണം. നമ്മളായിട്ട് എന്താ പറയാ ഒരു ഫോർ ദ പർപ്പസ് ഓഫ് PhD അല്ലെങ്കിൽ ഫോർ ദ പർപ്പസ് ഓഫ് റിസർച്ച് നമ്മൾ ചെയ്യാൻ പാടില്ല. ശരിക്കും ഒരു ഒറിജിനൽ പ്രോബ്ലം ആയിരിക്കണം. ഓൾസോ റിയലിസ്റ്റിക് ആയിരിക്കണം. അങ്ങനെ ഒരു പ്രോബ്ലം വേണം. ആൻഡ് ഒരുപാട് എന്താ പറയാ എക്സാജറേറ്റ് ചെയ്യാനും പാടില്ല. അതായത് നമ്മുടെ ലിമിറ്റിൽ നിൽക്കുന്ന പ്രോബ്ലംസ് ആയിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം. അതായത് നമ്മളൊരു PhD ചെയ്തു അല്ലെങ്കിൽ ഒരു റിസർച്ച് നടത്തി അതിന്റെ എൻഡിൽ നമുക്ക് ആ റിസൾട്ട് കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ടോപ്പിക്കുകളായിരിക്കണം. സോ നമുക്ക് അച്ചീവബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് ഫൈനലി കിട്ടില്ല. സോ നമ്മുടെ ലെവലിനനുസരിച്ചും നമ്മുടെ സ്കിൽ സെറ്റിനനുസരിച്ചും ഉള്ളൊരു ടോപ്പിക് വേണം നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യാൻ. പിന്നെ ഡു നോട്ട് ചൂസ് ആൻ ഓവർ റിസർച്ച്ഡ് ഏരിയ. ഇപ്പം ഒരുപാട് ആളുകൾ റിസർച്ച് ചെയ്യുന്ന ഏരിയാസ് ഉണ്ട്. ചില പെർട്ടിക്കുലർ ഏരിയാസ് ഓരോ സബ്ജക്റ്റിലും എടുക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ റിസർച്ച് ചെയ്യുന്ന ഏരിയാസ് ഉണ്ട്. ഒരുപാട് റിസൾട്ടുകളും ഇങ്ങനെ ഡേ ബൈ ഡേ വന്നുകൊണ്ടിരിക്കുന്ന ഏരിയാസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ടോപ്പിക്സ് ചൂസ് ചെയ്യുന്നതിലുള്ള പ്രശ്നം എന്താ, നമുക്ക് നമ്മുടെ കോൺട്രിബ്യൂഷൻസ് അവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇപ്പം ഒരു സീരിയസ് പ്രോബ്ലം അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും, വി ഹാവ് എൻ ഐഡിയ എന്നുണ്ടെങ്കിൽ ഗോ ഫോർ ദാറ്റ്. അല്ല എന്നുണ്ടെങ്കിൽ ഡു നോട്ട് ചൂസ് ആൻ ഓവർ റിസർച്ച് ഏരിയ. അപ്പം ഒരു റിസർച്ചിന്റെ അത് വാട്ട് എവർ ഇറ്റ് ഇസ്, PhD ആയിക്കൊള്ളട്ടെ ബിസിനസ് സൈഡ് ആയിക്കൊള്ളട്ടെ, ഫസ്റ്റ് തിങ് ഇസ് ഐഡന്റിഫൈ ദ പ്രോബ്ലം. എന്താണോ പ്രശ്നം അത് കണ്ടുപിടിക്കും. ഇപ്പം ബിസിനസ് സൈഡിലാണെങ്കിൽ എന്താ ഇപ്പൊ ലോസ് ആണ് വരുന്നത്, അതാണ്. അപ്പം ഒരു കമ്പനിയിൽ തീരെ ലോസ് ആണ്. അപ്പം എന്താണ് അതിന്റെ പ്രോബ്ലം എന്നുള്ളത് ആദ്യം നമ്മൾ ഔട്ട്ലൈൻ കണ്ടുപിടിക്കുക. കമ്പനിയുടെ കേസിലാണെങ്കിൽ മാർക്കറ്റ് ഭയങ്കര ഡൗൺ ആണ്, ലോസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് സെയിൽസ് ഇല്ല. ആ പ്രോബ്ലം ഫൈൻഡ് ചെയ്യുക. ഓക്കെ,
നെക്സ്റ്റ് ഇസ് റിവ്യൂ ദ ലിറ്ററേച്ചർ. ഓക്കെ, ബിസിനസ് സൈഡിലൊന്നും ലിറ്ററേച്ചർ റിവ്യൂ അങ്ങനെ ഒരു ഇതായിട്ട് വരാറില്ല ബിസിനസ് റിസർച്ചിലോ അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷെ നമ്മൾ അക്കാഡമിക് റിസർച്ചിലോട്ട് വരുമ്പോൾ നമുക്ക് എക്സാമ്പിൾസ് ഒക്കെ ഒരു അക്കാഡമിക് റിസർച്ച് പോയിന്റിൽ നിന്ന് പറയാം. സോ ഒരു അക്കാഡമിക് റിസർച്ചിൽ വരുമ്പം മെയിൻ പാർട്ടാണ് റിവ്യൂയിങ് ദ ലിറ്ററേച്ചർ. ലിറ്ററേച്ചർ സർവേ എന്ന് നമ്മൾ കാഷ്വൽ ആയിട്ട് പറയാറുണ്ട്, ലിറ്ററേച്ചർ സർവേ. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ബുക്സ്, സ്കോളർലി ആർട്ടിക്കിൾസ്, നമ്മൾ ജേർണൽ പബ്ലിക്കേഷൻസ് ഒക്കെ IEEE ജേർണൽസ്, സ്പ്രിംഗർ ഉണ്ട്, അങ്ങനെ പല ജേർണൽസും നമുക്കറിയാമല്ലോ. അപ്പം ഈ ജേർണൽസിൽ വരുന്ന ആർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ റിവ്യൂ ചെയ്യും. ആൻഡ് എനി അതർ സോഴ്സ്, ജേർണൽസ്, കോൺഫറൻസ് പേപ്പേഴ്സ്, ബുക്സ്, ഓൺലൈൻ സ്റ്റഡി മെറ്റീരിയൽ, പിന്നെ യൂണിവേഴ്സിറ്റീസിലൊക്കെ ആണെങ്കിൽ നമ്മൾ നേരത്തെ റിസർച്ച് ഈ സെയിം ഏരിയയിൽ റിസർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ മെറ്റീരിയൽസ്. അപ്പം ഇതെല്ലാം നമ്മൾ നമ്മുടെ സെയിം ഏരിയ, പെർട്ടിക്കുലർ ഇഷ്യൂ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള ഇതുപോലെയുള്ള അവൈലബിൾ ആയിട്ടുള്ള ലിറ്ററേച്ചർ എല്ലാം നമ്മൾ റീഡ് ചെയ്യും. ഓക്കെ, റീഡ് ചെയ്ത് നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് വെക്കും. ആൻഡ് വൈ വി ഡു ദിസ്? ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ കിട്ടും. സോ വാട്ട് ഈസ് ഹാപ്പനിങ്, ഒരു മൊത്തത്തിലൊരു ഐഡിയ, ഡിസ്ക്രിപ്ഷൻ കിട്ടും, ഒരു സമ്മറി കിട്ടും, ആൻഡ് എ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ഓഫ് ദി വർക്ക്. എന്താണോ നേരത്തെ ആളുകൾ ചെയ്തത്, അവരെന്ത് മെത്തേഡാണ്, ഇപ്പം ടെക്നിക്കൽ റിസർച്ച് ഒക്കെ ആണെങ്കിൽ, ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് സൈഡിലുള്ള റിസർച്ച് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെന്ത് മെത്തേഡാണ് അത് സോൾവ് ചെയ്യാൻ യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ഇപ്പൊ സോഷ്യൽ സയൻസ് റിസർച്ച് ആണെങ്കിൽ അവര് എന്ത് സർവേ മെത്തേഡാണ് യൂസ് ചെയ്തത്, അവർ എവിടെയുള്ള ആളുകളെയാണ് സ്റ്റഡി ചെയ്തത്, അവരുടെ റിസൾട്ട് എന്തായിരുന്നു, എന്തെങ്കിലും റിസൾട്ടിൽ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടോ അവർ ഫൈൻഡ് ചെയ്യാൻ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ലിറ്ററേച്ചർ സർവേ നടത്തുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ചെയ്യുമ്പം നമുക്ക് അഡീഷണൽ റിസർച്ച് എവിടെയാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതായത് റിസർച്ച് ഗ്യാപ്പ്. അതായത് ഇപ്പൊ ഒരു കാര്യം ഒരു റിസർച്ചർ ഒരു കാര്യം സ്റ്റഡി ചെയ്തു, ഫൈൻഡ് ചെയ്തു, എൻഡ് ചെയ്തു. അപ്പം അവിടെയും ദർ വിൽ ബി സം പ്രോബ്ലംസ് അല്ലേ, ഇനിയും സോൾവ് ചെയ്യാനുള്ള ചില പ്രോബ്ലംസ് ഉണ്ടാവും, മോർ പ്രോബ്ലംസ് കാണും. അപ്പൊ അതാണ് റിസർച്ച് ഗ്യാപ്പ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് നോട്ട് ബീങ് ഫൗണ്ട് അല്ലെങ്കിൽ നോട്ട് സോൾവ്ഡ്, എന്തെങ്കിലും ഒരു പ്രോബ്ലമോ പോയിന്റോ ഇതുവരെ നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റിസർച്ച് ഗ്യാപ്പ് അല്ലെങ്കിൽ അഡീഷണൽ റിസർച്ച് അവിടെ വേണമെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ അതാണ് ലിറ്ററേച്ചർ റിവ്യൂവിന്റെ പർപ്പസ് എന്നുള്ളത്. ഓക്കെ, നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയലിനെ സ്റ്റഡി ചെയ്യും. സോ ദാറ്റ് ഈസ് ലിറ്ററേച്ചർ റിവ്യൂ. അടുത്തതാണ്, ഇപ്പൊ നമുക്കൊരു ഐഡിയ ഉണ്ട്. ഓക്കെ, നമ്മൾ നമ്മുടെ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു, നേരത്തെ ആൾക്കാർ ഈ ഏരിയയിൽ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നമുക്കൊരു ഐഡിയ കിട്ടി. നമുക്കിനി എന്ത് ചെയ്യാം, അതാണ് റിസർച്ച് ഗ്യാപ്പ് ഫൈൻഡ് ചെയ്യുമ്പോൾ ഒരു ഗുണം. നമുക്കിനി എന്തൊക്കെ ചെയ്യാം എന്നുള്ളൊരു ഐഡിയ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ റിസർച്ച് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യണം. അപ്പൊ നേരത്തെ ആൾക്കാർ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ഫൈൻഡ് ചെയ്തു, ഇതൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം നമ്മുടെ റിസർച്ച് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുക. നമ്മൾ എന്താണോ റിസർച്ച് ചെയ്യാൻ പോകുന്നത് അതിനെപ്പറ്റി സെറ്റ് ചെയ്യുക, അതെന്താണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യുക. ആൻഡ് നമ്മുടെ റിസർച്ച് ഒബ്ജക്റ്റീവ്സ്, അതായത് നമ്മുടെ എയിം, നമ്മൾ എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ റിസർച്ച്, ആഫ്റ്റർ മൈ റിസർച്ച് ഞാൻ ഇതൊക്കെ ആയിരിക്കണം അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ഒബ്ജക്റ്റീവ്സ് നമ്മൾ മെൻഷൻ ചെയ്യുക, അതായത് സ്പെസിഫൈ ചെയ്യുക. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഓർക്കുക. ഇപ്പൊ PhD ആണെങ്കിൽ നമുക്ക് 3 years ഉണ്ട്, നമ്മുടെ അവൈലബിൾ റിസോഴ്സസ്, ബഡ്ജറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മുടെ ഒബ്ജക്റ്റീവ് ഡീൽ ചെയ്യാൻ. ഇപ്പൊ ഒരു 10 വർഷം കൊണ്ട് റിസർച്ച് ചെയ്ത് കിട്ടുന്ന ഒരു കാര്യം ചിലപ്പം ഇപ്പം നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ മെഡിസിൻ, ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ചുകളൊക്കെ ആണെങ്കിൽ വർഷങ്ങളോളം നടക്കുന്നതായിരിക്കും. 10 വർഷം 14 വർഷമൊക്കെ ആയിരിക്കും അത് നടക്കുന്നത്. അപ്പം നമ്മൾ അത് നമ്മുടെ ബഡ്ജറ്റും സമയവും മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് സ്റ്റേറ്റ് ചെയ്യാൻ. ഇപ്പൊ ഞാൻ പുതിയൊരു മെഡിസിൻ ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇയേഴ്സ്, നമ്മുടെ ഒരു ലാബ് ഫെസിലിറ്റീസിൽ അതൊരു പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. ഇപ്പൊ DRDO പുതിയ മെഡിസിൻ ഇറക്കി, പക്ഷെ ദേ ഹാവ് എക്സ്റ്റൻസീവ് ലാബ് ഫെസിലിറ്റീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ റിസോഴ്സസ്, ലാബ് എങ്കിൽ ലാബ്, അല്ലെങ്കിൽ ബുക്സ്, ഇപ്പൊ സോഷ്യൽ സ്റ്റഡീസ് ആണെങ്കിൽ ബുക്ക്, അല്ലെങ്കിൽ ഇപ്പം സർവേ ചെയ്യാനുള്ള ആളുകൾ, നമുക്ക് വേണ്ട കാൻഡിഡേറ്റ്സ് ഉണ്ടോ, അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റീവ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ. ഓക്കെ, എന്നിട്ട് നമുക്കൊരു റിസർച്ച് ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യാം. ഹൈപ്പോത്തിസിസ് മീൻസ് അസംഷൻസ്, അതായത് നമ്മളൊരു പ്രഡിക്റ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു അസംഷൻ പറയും. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു മരുന്നിന്റെ ഇഫക്റ്റീവ്നെസ്, മെഡിസിൻ A
ആൻഡ് മെഡിസിൻ ബി. അങ്ങനെ 2 മെഡിസിൻസിന്റെ ഇഫക്റ്റീവ്നെസ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. അപ്പം എൻ്റെ ഒരു നോർമൽ അസംഷൻ ഞാൻ പറയും, മെഡിസിൻ ഈസ് എ ഈസ് ഈക്വലി ഗുഡ് ആസ് മെഡിസിൻ ബി. അപ്പൊ എന്റെ ഇനിഷ്യൽ അസംഷൻ ഇതായിരിക്കും. അപ്പൊ ഞാൻ പ്രൂവ് ചെയ്യാൻ നോക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഞാൻ എന്റെ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്തു, 2 സെറ്റ് ഓഫ് ആൾക്കാരെ എടുത്തു, അവർക്ക് ഈ മെഡിസിൻ കൊടുത്തു. സെറ്റ് 1 സെറ്റ് 2 2 ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അവർക്ക് ഞാൻ ഈ മെഡിസിൻ ഒരു ടീമിന് മെഡിസിൻ കൊടുത്തു, ഒരു ടീമിന് എ മെഡിസിൻ കൊടുത്തു, ഒരു ടീമിന് ബി മെഡിസിൻ കൊടുത്തു. ആൻഡ് അവർക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി സ്റ്റഡി അവർക്ക് 2 പേർക്കും അസുഖം മാറിയോ അല്ലെങ്കിൽ എന്താണോ അതിനൊരു റിസൾട്ട് അത് കിട്ടിയോ എന്നുള്ളത് ഞാൻ നോക്കും. ഈക്വലി ഗുഡ് ആണെങ്കിൽ 2 പേർക്കും ഈക്വലി മാറണം, അല്ലാന്നുണ്ടെങ്കിൽ വ്യത്യാസം വരും. അപ്പൊ ഒരു അസംഷന്റെ ബേസിസിലാണ് ഞാൻ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുന്നത്. സിമിലർലി എന്തെങ്കിലും ഒരു ഹെൽത്ത് ഡ്രിങ്ക് ഇംപ്രൂവ്സ് അല്ലെങ്കിൽ ഇൻക്രീസസ് ദി ഹൈറ്റ് ഓഫ് ചിൽഡ്രൻ. അപ്പം ഞാൻ 2 സെറ്റ് പിള്ളേരെ എടുത്തു, ഒരു സെറ്റ് പിള്ളേർക്കെല്ലാം ഹെൽത്ത് ഡ്രിങ്ക് കൊടുത്തു. ആൻഡ് എന്നിട്ട് ഞാൻ നോക്കി അവരുടെ ഹൈറ്റ് കൂടിയോ നോക്കി. സോ കൂടിയെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ സേ ദി ഹെൽത്ത് ഡ്രിങ്ക് ഇംപ്രൂവ്സ് ദി ഹൈറ്റ് ഓഫ് ദ ചൈൽഡ്. ഇനി കൂടിയില്ല, ഹൈറ്റ് കൂടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് തെറ്റിപ്പോയി. സോ ഇത് നമ്മൾ റിജക്ട് ചെയ്യും. ആൻഡ് നമ്മൾ പറയും ഹെൽത്ത് ഡ്രിങ്ക് ഡസ് നോട്ട് ഇൻക്രീസ് ദി ഹൈറ്റ് ഓഫ് ദ ചൈൽഡ്. അപ്പൊ അതാണ് നമ്മളൊരു അസംഷൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് കൂടുതൽ നാച്ചുറൽ സയൻസ്, ബയോളജി, കെമിസ്ട്രി ഒക്കെ അങ്ങനെയുള്ള റിസർച്ചുകളിൽ കൂടുതൽ ഹൈപ്പോത്തസിസ് നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, സർവേ ബേസ്ഡ് ആയിട്ടുള്ള അങ്ങനത്തെ എല്ലാ റിസർച്ച് സൈഡിലും നമ്മൾ സാധാരണ ഒരു ഹൈപ്പോത്തസിസിന്റെ ബേസിസിലായിരിക്കും വി സ്റ്റാർട്ട് ദ റിസർച്ച്. ടെസ്റ്റബിൾ ആയിരിക്കണം കേട്ടോ. ഹൈപ്പോത്തസിസിനെ പറ്റി പറയുന്നത് മെയിൻ ആയിട്ട് സ്പെസിഫിക് ആയിരിക്കണം. മെഡിസിൻ ഈസ് ഈക്വലി ഇഫക്റ്റീവ് അല്ലെങ്കിൽ ഈക്വലി ഗുഡ് ആസ് മെഡിസിൻ ബി. അങ്ങനെ വളരെ സ്പെസിഫിക് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം, ഒരിക്കലും വേഗ് ആവാൻ പാടില്ല. ഹൈപ്പോത്തസിസ് ഷുഡ് നോട്ട് ബി വേഗ്, മറക്കരുത്. വളരെ ക്ലിയർ ആയിട്ട് ടെസ്റ്റബിൾ ആയിരിക്കണം. ഇപ്പൊ ഹൈറ്റ് നമുക്ക് ടെസ്റ്റബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള നമുക്ക് ടെസ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് മാത്രമേ നമുക്ക് ഹൈപ്പോത്തസിസ് ബിൽഡ് ചെയ്യാവൂ. നമ്മൾ ഓൾസോ പ്രഡിക്റ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. പ്രഡിക്റ്റീവ് മീൻസ് we should be able to predict the outcome. നമുക്ക് ഔട്ട്കം എന്താണെന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ രീതിക്ക് വേണം നമ്മൾ ഹൈപ്പോത്തസിസ് ഡിസൈൻ ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ചൂസിങ് ദ റിസർച്ച് ഡിസൈൻ. ഇപ്പം ഇത് ഹൈപ്പോത്തസിസ് മാത്രമേ ഇവിടെ ചെയ്യാറുള്ളൂ. ആൻഡ് പിന്നെയാണ് നമ്മൾ റിസർച്ച് ചെയ്ത് ഇതിന് റിസൾട്ട് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഹൈപ്പോത്തസിസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്റ്റഡി ഡിസൈൻ ചൂസ് ചെയ്യും. ഓക്കെ, സോ സ്റ്റഡി ഡിസൈൻ അല്ലെങ്കിൽ റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് സ്റ്റഡി നടത്താൻ പോകുന്നത് ആ ഒരു ഡിസൈൻ പാർട്ട്. അതായത് ഇറ്റ്സ് എ ബ്ലൂ പ്രിന്റ് ഓഫ് ഫ്രെയിംവർക്ക് ഫോർ ഫുൾഫില്ലിംഗ് ദി ഒബ്ജക്റ്റീവ്സ് ആൻഡ് ആൻസറിംഗ് ദ റിസർച്ച് ക്വസ്റ്റ്യൻസ്. നമ്മൾ എങ്ങനെയാണോ റിസർച്ച് ചെയ്ത് നമ്മുടെ ഒബ്ജക്റ്റീവ്സിനെ ഫുൾഫില്ല് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ റിസർച്ച് ക്വസ്റ്റ്യൻസ് ഇപ്പം നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്, അതിനെ നമ്മൾ എങ്ങനെയാണോ ആൻസർ ചെയ്യാൻ പോകുന്നത് ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു മെത്തഡോളജി ആണ് നമ്മൾ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. നോർമലി 4 ടൈപ്പ് ഓഫ് റിസർച്ച് ഡിസൈൻസ് ആണുള്ളത്. ഒന്ന് സർവേ നമുക്കറിയാം, ക്വസ്റ്റ്യനെയർ കൊടുക്കും, അത് ആൻസർ ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ ആൾക്കാരോട് പോയിട്ട് ചോദിച്ചെഴുതും. അപ്പൊ അതൊക്കെയാണ് സർവേ എന്ന് പറയുന്നത്. എക്സ്പെരിമെന്റ് സയൻസ് സൈഡിൽ വരുന്നതാണ് എക്സ്പെരിമെന്റ്സ് എന്ന് പറയുന്നത്. സെക്കൻഡറി ഡേറ്റ സ്റ്റഡി. സെക്കൻഡറി ഡേറ്റ എന്ന് പറഞ്ഞാൽ ഓൾറെഡി റിപ്പോർട്ടഡ് ആയിട്ടുള്ള ഡേറ്റ അല്ലെങ്കിൽ ഓൾറെഡി റിപ്പോർട്ടഡ് ആയിട്ടുള്ള മെറ്റീരിയലിന്റെ ബേസിസിൽ നമ്മൾ സ്റ്റഡി ചെയ്യും. ആ ഡേറ്റ എടുത്ത് വെച്ച് നമ്മൾ പഠിക്കും. കൂടുതൽ സോഷ്യൽ സയൻസ്, അങ്ങനത്തെ ഗാന്ധിയൻ സ്റ്റഡീസ് അങ്ങനെയുള്ള ടോപ്പിക്കുകളാണ് കൂടുതൽ സെക്കൻഡറി ഡേറ്റ സ്റ്റഡി വരുന്നത്. ഓൾറെഡി ഉള്ള ഡേറ്റ തന്നെ നമ്മൾ സ്റ്റഡി ചെയ്യും. അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആരോ ഓൾറെഡി റിപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡേറ്റ ഉണ്ട്, അതിനെ നമ്മൾ സ്റ്റഡി ചെയ്യും. ആൻഡ് അതിനകത്തുനിന്ന് നമ്മൾ കൺക്ലൂഷനിൽ എത്തും. സോ ദാറ്റ് ഇസ് സെക്കൻഡറി ഡേറ്റ സ്റ്റഡി. ആൻഡ് ഫോർത്ത് വൺ ഇസ് ഒബ്സർവേഷണൽ സ്റ്റഡി. ഒബ്സർവേഷണൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒബ്സർവ് ചെയ്യും, വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളത് നമ്മൾ പോയി നോക്കി ഒബ്സർവ് ചെയ്യും. അതായത് ഇപ്പം ഒരു നാട്ടിലെ ആൾക്കാരുടെ വെൽബീങ് ഇൻ ടേംസ് ഓഫ് ഫെസിലിറ്റീസ്, അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ നമുക്ക് റിസർച്ച് ചെയ്യണം, അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന എന്തെങ്കിലും ഒരു പ്രോബ്ലം നമുക്കൊന്ന് മനസ്സിലാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്ഥലത്ത് പോയിട്ട് ആ നാട്ടിലെ ആളുകളെ നമ്മൾ ഒബ്സർവ് ചെയ്യും. ആൻഡ് വി ഫൈൻഡ് ഓക്കെ ഇവർക്ക് ഇതൊക്കെയാണ് പ്രോബ്ലംസ്. ഓക്കെ, ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് ഒരു ഇഷ്യൂ നമുക്ക് എടുക്കാം. ഒബ്സർവേഷൻ സ്റ്റഡിക്ക് ഒരു എക്സാമ്പിൾ. ഇപ്പം കുറെ ആളുകൾ പറയുവാണ് രാവിലെ ഓഫീസ് ടൈമിൽ അവർക്ക് ബസ് അവൈലബിലിറ്റി ഇല്ല. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ ട്രാൻസ്പോർട്ട് വിങ് അല്ലെങ്കിൽ ആരാണോ ഇൻചാർജ് അവർ എന്ത് ചെയ്യും, ഒരു ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യും. ആൻഡ് ആ ഓഫീസർ പോയി ആ ഏരിയയിലെ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് നിന്ന് നോക്കും എത്ര ആളുകൾ
ബസ് കാത്ത് നിൽക്കുന്നുണ്ടോ, അവർക്ക് ബസ്സിന്റെ ഷോർട്ടേജ് വരുന്നുണ്ടോ, എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റി, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി അവിടെ ഉണ്ടോ എന്നുള്ളത് സ്റ്റഡി ചെയ്യും. അതെങ്ങനെയാ സ്റ്റഡി ചെയ്യുന്നത്? അവിടെ പോയി ഒബ്സർവ് ചെയ്താണ് സ്റ്റഡി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റഡികൾക്കാണ് ഒബ്സർവേഷണൽ സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ഇപ്പൊ 4 മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ ഏത് ചൂസ് ചെയ്യണമെന്നുള്ളത് നമ്മൾ 4 ഫാക്ടേഴ്സിന്റെ ബേസിസിലാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. വൺ ഇസ് ടൈപ്പ് ഓഫ് ദ പ്രോബ്ലം. ഇപ്പൊ ഒരു പ്രോബ്ലം ആണ് നമ്മൾ പറഞ്ഞ പോലെ സ്റ്റഡി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഒബ്സർവേഷണൽ സ്റ്റഡി ആണ് നമുക്ക് വേണ്ടത്. അത് ഇത് നമ്മൾ ഒരു ഫെർട്ടിലൈസർ, ഒരു 3 ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസർ ഉണ്ടാക്കി അതിൽ ഏതാണ് ഇഫക്റ്റീവ് എന്ന് നോക്കണം. സോ നമ്മൾ കുറെ പ്ലാന്റ്സ് എടുത്തിട്ട് ഈ പ്ലാന്റ്സിനെല്ലാം ഈ ഫെർട്ടിലൈസർ കൊടുത്തു നോക്കണം. ഓക്കെ. അപ്പൊ അതെന്ന് പറഞ്ഞ ഒരു എക്സ്പെരിമെന്റൽ സ്റ്റഡിയാണ്. അപ്പൊ അവിടെ ഒരിക്കലും നമുക്ക് എന്താ പറയാ, ഡേറ്റ സ്റ്റഡി ഒന്നും നടത്താൻ പറ്റത്തില്ല. പണ്ട് ആരോ എടുത്തു വെച്ച ഡേറ്റ വായിച്ചിട്ട് ഈ 3 ഫെർട്ടിലൈസറിൽ ഏതാ ഗുഡ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. സോ അപ്പൊ നമുക്ക് എക്സ്പെരിമെന്റൽ സ്റ്റഡി തന്നെ വേണം. ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്റ്റഡി, നമ്മുടെ സ്റ്റഡി എന്താണ് നമുക്ക് റിസൾട്ട് കിട്ടേണ്ടത്, അപ്പൊ അതനുസരിച്ചും കൂടെ വേണം നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് സ്റ്റഡി ആണെന്നുള്ളത് നമുക്ക് ഫൈൻഡ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ 3 എന്താ പറയാ ഫെർട്ടിലൈസേഴ്സിൽ ഏറ്റവും ബെസ്റ്റ് വൺ ചൂസ് ചെയ്യാനാണെങ്കിൽ എന്താ പറയാ നമ്മൾ തന്നെ എക്സ്പെരിമെന്റൽ സ്റ്റഡി നടത്തണം. ഇനി ഇത് ആൾക്കാർക്ക് കൊടുത്ത ശേഷം ഇത് മാർക്കറ്റിലുള്ള 3 എണ്ണത്തിന്റെ സ്റ്റഡിയിൽ ഏറ്റവും നല്ലത് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിച്ചാൽ മതിയെങ്കിൽ നമുക്ക് സർവേ നടത്തിയാൽ മതി. ആളുകളോട് ചോദിച്ചാൽ മതി, നിങ്ങൾ ഏതാണ് പ്രിഫർ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏതാണ് റിസൾട്ട് കിട്ടിയത് എന്ന് ചോദിച്ചാൽ മതി. അപ്പം സോ ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ ഒബ്ജക്റ്റീവ്, നിങ്ങൾക്ക് തന്നെ ഇതിന് 3 എണ്ണം നിങ്ങൾ കണ്ടുപിടിച്ചു, ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗോ ഫോർ എക്സ്പെരിമെന്റ്. ഓൾറെഡി ആൾക്കാർ ഉപയോഗിക്കുന്നതിൽ നിന്ന് ബെസ്റ്റ് വൺ കണ്ടുപിടിക്കണമെങ്കിൽ ഗോ ഫോർ എ സർവേ. എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് നോളജ് അബൌട്ട് ദി പ്രോബ്ലം, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അപ്പൊ അതും കൂടെ നോക്കണം. ഇപ്പം സെക്കൻഡറി ഡേറ്റ ഇല്ലാത്തൊരു കേസിൽ നിങ്ങൾക്ക് ഒരിക്കലും സെക്കൻഡറി ഡേറ്റ സ്റ്റഡി ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇപ്പം എന്താണ് ആളുകൾക്ക് അതിനെപ്പറ്റി അറിയാവുന്നത്, അല്ലെങ്കിൽ ഓൾറെഡി റിസർച്ച് നടന്നിട്ടുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കേസസിൽ മാത്രമേ വി ക്യാൻ ഗോ ഫോർ എ സെക്കൻഡറി ഡേറ്റ സ്റ്റഡി. അല്ലാത്ത കേസസിൽ വി ഹാവ് ടു ചൂസ് സം അതർ മെത്തേഡ്. പിന്നെ റിസോഴ്സ്, അത് തന്നെയാണ് റിസോഴ്സ് അവൈലബിൾ ആണോ എന്ന് നോക്കണം. ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് നോളജ് എന്താണ്, അതിന്റെ സ്റ്റേറ്റ്, അതിന്റെ സിറ്റുവേഷൻ എന്താണ്. ഇപ്പം ഒരു എക്സ്പെരിമെന്റ് നടക്കാത്തൊരു കാര്യമാണെങ്കിൽ ഷുവർലി നമുക്ക് അവിടെ എക്സ്പെരിമെന്റൽ സ്റ്റഡിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താ ഡേറ്റ പ്രീവിയസ്ലി അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അത് നോക്കി സെക്കൻഡറി ഡേറ്റ സ്റ്റഡി നടത്താൻ പറ്റും. സോ അപ്പൊ എല്ലാ ഫാക്ടേഴ്സും നോക്കിയിട്ട് വേണം ഇതിനകത്തും ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ചൂസ് ചെയ്യാൻ. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ഇസ് ഡിസൈഡിങ് ഓൺ ദ സാമ്പിൾ ഡിസൈൻ. ഓക്കെ, ഇപ്പം എനിക്ക് 12 to 17 ഇയേഴ്സ് വരെയുള്ള കുട്ടികളുടെ BMI-നെ പറ്റിയിട്ട് സ്റ്റഡി ചെയ്യണം. ആർ ദേ ഹെൽത്തി ഓർ നോട്ട്. അപ്പൊ ഇപ്പൊ ഞാനൊരു എന്താ പറയാ, ഇപ്പം കോട്ടയം ഡിസ്ട്രിക്റ്റിലെ സ്റ്റുഡൻസിന്റെ ആണ് എനിക്ക് നോക്കേണ്ടത്. കോട്ടയം ഡിസ്ട്രിക്റ്റില് ഈ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ എത്ര ലാക്സ് കാണുമെന്ന് എനിക്കറിയില്ല. സേ ഫോർ എക്സാമ്പിൾ 10 lakh കാണും. എനിക്ക് 10 ലക്ഷം പിള്ളേരുടെയും ഡേറ്റ എടുത്ത് വെച്ച് സ്റ്റഡി ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ അവരുടെ ഏജ്, ഹൈറ്റ്, വെയിറ്റ് ഇതെല്ലാം എടുത്ത് അവരുടെ BMI കാൽക്കുലേറ്റ് ചെയ്ത് അവരുടെ ഫുഡ് പാറ്റേൺ അനലൈസ് ചെയ്യാനൊക്കെ എനിക്ക് പറ്റുമോ? ഒരിക്കലും അത് പോസിബിൾ അല്ല, ഫീസിബിൾ അല്ല, എക്കണോമിക്കലി ഫീസിബിൾ അല്ല, പ്രാക്ടിക്കലി അല്ല. ഒരു കാര്യം, ഇത്രയും കുട്ടികളെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് പഠിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പല സ്ഥലങ്ങളിൽ നിന്നായിട്ട്, കോട്ടയത്തിന്റെ തന്നെ കോട്ടയം ഡിസ്ട്രിക്റ്റിന്റെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട്, സിറ്റി A, സിറ്റി B, സിറ്റി C, സിറ്റി D, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കുറെ കുട്ടികളെ ഫൈൻഡ് ചെയ്യും. ഒരു 400-500 പിള്ളേരെ വരെ എടുക്കും. ഈ പല ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ തന്നെ നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കണം. 12 വയസ്സുള്ള കുറച്ച് പിള്ളേര്, 13 വയസ്സുള്ള കുറച്ച് പിള്ളേര്, 14 വയസ്സുള്ള കുറച്ച് കുട്ടികൾ, അങ്ങനെ എല്ലാ ഏജ് ഗ്രൂപ്പിലെയും കുറച്ച് പിള്ളേരെടുത്ത് ഒരു 400-500 സ്റ്റുഡൻസിനെ നമ്മൾ എടുക്കും. എന്നിട്ട് അവരെ ആയിരിക്കും സ്റ്റഡി ചെയ്യുന്നത്. ഇതിനാണ് പറയുന്നത് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സാമ്പിളിംഗ് അതായത് നമ്മുടെ ഹോൾ പോപ്പുലേഷൻ സ്റ്റഡി ചെയ്യുക എന്ന് പറയുന്നത് വെരി ടീഡിയസ് പ്രോസസ് ആണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്മോൾ സാമ്പിൾ ചൂസ് ചെയ്യും. സോ ദാറ്റ് ഇസ് സാമ്പിൾ. ഓക്കെ, എന്നിട്ട് ഈ സാമ്പിളിനെ ഞാൻ സ്റ്റഡി ചെയ്യും. ഓക്കെ, എന്നിട്ട് ഞാൻ റിസൾട്ട് പറയും. I took a sample of 500 children. ഇന്ന ക്രൈറ്റീരിയ ആയിരുന്നു. എന്നിട്ട് 500 കുട്ടികളുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടും. ഹൈറ്റ്, വെയിറ്റ്, അവരുടെ BMI, എല്ലാ കാര്യങ്ങളും നമ്മൾ ഫൈൻഡ് ചെയ്യും. അപ്പൊ 500 കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്കൊരു സർവേ ചെയ്ത് അവരുടെ ഫുഡ് പാറ്റേൺ ഒക്കെ അനലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ അവർ എക്സസൈസ് ചെയ്യാറുണ്ടോ എന്നൊക്കെ നമുക്ക് അനലൈസ് ചെയ്ത് അതിന്റെ റീസണും കണ്ടുപിടിക്കാൻ ഈസി ആയിട്ട് പറ്റും. സോ അതിനാണ് നമ്മൾ സാമ്പിളിംഗ് ചെയ്യുന്നത്. ഒരു ഹോൾ പോപ്പുലേഷനിൽ സ്റ്റഡി ഡിഫിക്കൽട്ട് ആണെങ്കിൽ നമ്മൾ അതിന് ചെറിയ സാമ്പിളിനെ പിക്ക് ചെയ്യും എന്നിട്ട് അതിൽ സ്റ്റഡി നടത്തും.
അപ്പം ഇങ്ങനെ സാമ്പിൾ ചെയ്യാനുള്ള പല ടെക്നിക്സ് ഉണ്ട്, നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. സോ അപ്പം പല സാമ്പിളിംഗ് ടെക്നിക്സ് ഉണ്ട്, അപ്രോപ്രിയേറ്റ് സാമ്പിളിംഗ് ടെക്നിക്സ് പലതും ഉണ്ട്. അതെങ്ങനെയാന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. സോ ഇപ്പം റിസർച്ചിലെ വൺ ഓഫ് ദ സ്റ്റെപ്പ് ആണ് യു ഹാവ് ടു ഡിസൈഡ് ദി സാമ്പിൾ ഡിസൈൻ. എങ്ങനെയാണ് നിങ്ങൾ സാമ്പിൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, ആൻഡ് ചൂസ് യുവർ സാമ്പിൾ. ഓക്കെ, സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഡേറ്റ കളക്ട് ചെയ്യണം. നമ്മൾ 400-500 കുട്ടികളെ ഞാൻ എടുത്തു, ആൻഡ് എന്നിട്ട് ഇവരിലുള്ള ഡേറ്റ കളക്ട് ചെയ്യണം. ഡേറ്റ കളക്ട് ചെയ്യണം. ഇപ്പൊ ഹൈറ്റ്, ഇപ്പം എന്താ പറയാ, എല്ലാ കുട്ടികൾക്കും വെയിറ്റ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ ഒരു സ്കൂൾ വഴിയോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് സെന്റർ വഴിയായിരിക്കും അവരുടെ ഹൈറ്റും വെയിറ്റും നമ്മൾ മെഷർ ചെയ്യണം, ആൻഡ് അത് അനലൈസ് ചെയ്യണം. അതായത് ഹൈറ്റും വെയിറ്റും ഒക്കെ നമ്മൾ ഡേറ്റ ആയിട്ട് കളക്ട് ചെയ്ത് വെച്ചിട്ട് അത് അനലൈസ് ചെയ്യും. ആർ ദേ ഓഫ് ഗുഡ് ഹൈറ്റ്, വെയിറ്റ്, അല്ലെങ്കിൽ BMI കാൽക്കുലേറ്റ് ചെയ്യും. ആർ ദേ ഹെൽത്തി ഓർ നോട്ട് ഹെൽത്തി എന്നുള്ളതൊക്കെ നമ്മൾ കളക്ട് ചെയ്യും. ഗ്യാദറിംഗ് ഓഫ് ഡേറ്റ മേ റേഞ്ച് ഫ്രം, ഇപ്പൊ നമ്മുടെ ഈ കേസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡേറ്റ മെഷർ ചെയ്തെടുക്കുവാണ് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്തെടുക്കുവാണ്. അപ്പം സിമ്പിൾ ഒബ്സർവേഷൻസ് മുതൽ ലാർജ് സ്കെയിൽ സർവേ വരെ ആവും. ഇപ്പം ചില പൊളിറ്റിക്കൽ സർവേസ് അല്ലെങ്കിൽ ചില സോഷ്യൽ സർവേസ് ഒക്കെ ഒരുപാട് ആളുകൾക്ക് നമ്മൾ ആ സർവേ ഫോം കൊടുത്തിട്ടായിരിക്കും ഫൈൻഡ് ചെയ്യുന്നത്, അതിനകത്തുനിന്നായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ളതാവാം, ഇല്ല സിമ്പിൾ ഒബ്സർവേഷൻ ആവാം. ഇപ്പം എന്താ പറയാ, പ്രോബ്ലംസ് എന്തെങ്കിലും ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റിയിലെ പ്രോബ്ലംസ് ഐഡന്റിഫൈ ആണെങ്കിൽ ജസ്റ്റ് നമുക്ക് ഒബ്സർവ് ചെയ്താൽ തന്നെ മനസ്സിലാവും. ഇപ്പൊ സ്മോൾ കമ്മ്യൂണിറ്റി ഒക്കെ ആണെങ്കിൽ ഒരു ഒബ്സർവേഷൻ തന്നെ ധാരാളമായിരിക്കും. സോ അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ നമ്മൾ ഡേറ്റ എങ്ങനെ കളക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുക. ഇനി കെമിക്കൽ സൈഡിലുള്ള ഡേറ്റ ഒക്കെ ആണെങ്കിൽ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തിട്ടായിരിക്കും ഡേറ്റ എടുക്കുന്നത്. ഏത് ടെമ്പറേച്ചറിലാണ് സാധനം ബോയിൽ ആവുന്നത്, അല്ലെങ്കിൽ ഏത് ടെമ്പറേച്ചറിൽ റിയാക്ഷൻ നടക്കും, എത്ര പ്രഷർ കൊടുക്കണം, അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്യും, ഡേറ്റ കളക്ട് ചെയ്യും. ഇപ്പൊ ഡേറ്റ 2 ടൈപ്പിലുണ്ടാവാം. ക്വാളിറ്റേറ്റീവ് ആവാം, ക്വാണ്ടിറ്റേറ്റീവ് ആവാം. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് വെച്ചാൽ നമ്പർ ബേസ്ഡ്, അത് നമ്മൾ എക്സ്പെരിമെന്റലിലാണ് കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത്. ഇത്ര സെന്റിമീറ്റർ അല്ലെങ്കിൽ ഇത്ര കിലോഗ്രാം അല്ലെങ്കിൽ ഇത്ര ഡിഗ്രി സെൽഷ്യസ്, അപ്പൊ അങ്ങനെയുള്ള ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ, നമ്പർ ടൈപ്പ് ഡേറ്റ വരും. ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ വേർഡ്സ് ആയിരിക്കും. ഓക്കെ, അപ്പം 2 ടൈപ്പ് ഡേറ്റ ആവാം. സോ വാട്ട് എവർ ഇറ്റ് ഇസ്, ഡേറ്റ കളക്ഷൻ ആണ് പിന്നെ വരുന്ന സ്റ്റെപ്പ്. ഓക്കെ, ഡേറ്റ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വരുന്ന മെയിൻ സ്റ്റെപ്പാണ് ആദ്യം നമ്മൾ ഇതിനൊന്ന് പ്രോസസ് ചെയ്യും. അതായത് ഇപ്പം നമ്മൾ പേപ്പറിൽ കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ ആണെങ്കിൽ ഫോർ ഈസ് ഓഫ് അതിന്റെ പ്രോസസ് ചെയ്യാനുള്ള എളുപ്പത്തിന് നമ്മൾ ചിലപ്പം എന്താ പറയുക അതിന് കമ്പ്യൂട്ടറിൽ ആഡ് ചെയ്യും, എക്സൽ ഷീറ്റ് ആയിട്ടോ അങ്ങനെ പല രീതിയിൽ നമ്മൾ ആഡ് ചെയ്ത് സ്റ്റോർ ചെയ്യും. ഇനി ഒരു ഗ്രൂപ്പ് റിസർച്ച് ആണെങ്കിൽ നമ്മളിപ്പം ഞാൻ റിസർച്ച് ചെയ്യുവാണെങ്കിൽ ഞാനും എൻ്റെ കുറെ ഫ്രണ്ട്സും കാണും. അപ്പം പലരും അവരൊരു പേപ്പറിലായിരിക്കും ഡേറ്റ എടുത്തുകൊണ്ട് വരുന്നത്. സോ അതിനെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരു ഫയലിലോട്ട് ആക്കണം. ഇനി ഹൈറ്റ് ഒരാൾ എടുത്തത് 1.7 മീറ്ററിലും ഒരാൾ 172 സെന്റിമീറ്ററിൽ, വേറെ ആൾ ഇപ്പൊ 5 അടി 8 ഇഞ്ച്. അപ്പൊ അങ്ങനെ പല യൂണിറ്റ്സ് ഒക്കെ ആണെങ്കിൽ അതിനെല്ലാം ട്രാൻസ്ഫോം ചെയ്ത് ഒരു യൂണിറ്റിലോട്ട് ഒക്കെ ആക്കി നമ്മൾ സേവ് ചെയ്ത് വെക്കും. അപ്പം ഡേറ്റ പ്രോസസ് ചെയ്തു, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് അനലൈസ് ചെയ്യുക നമ്മുടെ ഡേറ്റ. അപ്പം നമ്മൾ പറഞ്ഞ സ്റ്റുഡൻസിന്റെ എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പം 400 to 500 സ്റ്റുഡൻസിനെ നമ്മൾ സ്റ്റഡി ചെയ്യുവാണെങ്കിൽ നമ്മൾ പറയും out of this 20% of the students were underweight, 30% were malnutritious, 40% were obese. അപ്പം അങ്ങനെയുള്ള അനാലിസിസുകൾ നമ്മൾ നടത്തും. അല്ലെങ്കിൽ മീൻ ഹൈറ്റ് ഇത്രയായിരുന്നു, മീൻ വെയിറ്റ് ഇത്രയായിരുന്നു, ഒബീസ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ മീൻ വെയിറ്റ് ഇത്രയായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് എക്സസൈസ് ലാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, അവർ പറഞ്ഞു അവർക്ക് എക്സസൈസ് കുറവാണ്. അപ്പം അങ്ങനെയുള്ള അനാലിസിസുകൾ. സോ ദാറ്റ് ഈസ് അനലൈസ് ദി ഡേറ്റ. ആൻഡ് നമ്മുടെ മെയിൻ ഇപ്പൊ നമ്മുടെ ഹൈപ്പോത്തസിസ് പാർട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 2 മെഡിസിനും ഈക്വൽ ആയിട്ട് ഇഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്തോ, അല്ലെങ്കിൽ 2 പ്ലാന്റ്സും ഈക്വൽ ആയിട്ട് ഗ്രോ ചെയ്തോ, അല്ലെങ്കിൽ ഹെൽത്ത് ഡ്രിങ്ക് കുടിച്ച കുട്ടികൾക്ക് ഹൈറ്റ് വെച്ചോ. അപ്പൊ അങ്ങനെയുള്ള അനാലിസിസുകളും ടെസ്റ്റുകളും നമ്മൾ നടത്തും. ഓക്കെ, ആൻഡ് ഫൈനലി നമ്മൾ അനലൈസ് ചെയ്തു, ടെസ്റ്റ് ചെയ്തു, നമുക്ക് കിട്ടേണ്ട റിസൾട്ട് കിട്ടി. ആൻഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ അതിനെ പ്രസന്റ് ചെയ്യുക, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ പബ്ലിഷിംഗ്. ഇപ്പൊ റിസർച്ച് ഒക്കെ ആണെങ്കിൽ പബ്ലിഷിംഗ് ആയിരിക്കും, PhD ആണെങ്കിൽ തീസിസ് എഴുതുക, സബ്മിറ്റ് ചെയ്യുക, അല്ലെ? PhD ആണെങ്കിൽ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ തീസിസ് ആയിരിക്കും. ഇനി അല്ലാത്തൊരു നോർമൽ റിസർച്ച് ഒരു ആപ്ലിക്കേഷൻ ലെവൽ ആണെങ്കിൽ അത് അപ്ലൈ ചെയ്യുക എന്നുള്ളതായിരിക്കും മെയിൻ പോയിന്റ്. ഇപ്പൊ തീസിസ് ഒക്കെ ആണെങ്കിൽ വളരെ എന്താ പറയാ ഫോർമൽ ആയിട്ട് അതിന് ഓർഡർ ഉണ്ടാവും, എങ്ങനെ എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും PhD കേസിലാണെങ്കിൽ. സോ അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ അതിനെ ഹാൻഡിൽ ചെയ്യുക. ഒരു റിപ്പോർട്ടൊക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ ഇപ്പം എന്തായിക്കോട്ടെ എന്നാലും ഒരു മിനിമം ഒരു റിപ്പോർട്ടെങ്കിലും നമ്മൾ എഴുതേണ്ട വരും. ഇപ്പൊ ഒരു റിപ്പോർട്ടിൽ എന്തൊക്കെ വരണം?
ആൻഡ് എക്സിക്യൂട്ടീവ് സമ്മറി. ഇപ്പം റിസർച്ച് പേപ്പറുകൾ വായിച്ചിട്ടുള്ളവർ കണ്ടു കാണും, അബ്സ്ട്രാക്ട് വരാറുണ്ട് അല്ലെ, നമ്മൾ പേപ്പറിന്റെ ഫസ്റ്റ് പാർട്ടിൽ അബ്സ്ട്രാക്ട് വരാറുണ്ട്. ഒരു 100 to 150 വേർഡ്സിൽ ഒരു അബ്സ്ട്രാക്ട് വരും. ബാക്ക്ഗ്രൗണ്ട് ഇൻട്രഡക്ഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്, എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത് ആൻഡ് വൈ വി കെയിം ടു ദിസ് പ്രോബ്ലം, അങ്ങനത്തെ കഥകളൊക്കെ നമ്മൾ എഴുതും അല്ലെ. അപ്പൊ അതാണ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പ്രോബ്ലം. നെക്സ്റ്റ് ഇസ് ലിറ്ററേച്ചർ റിവ്യൂ. ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഓൾറെഡി ഉള്ള സാധനങ്ങളെ നമ്മൾ സ്റ്റഡി ചെയ്ത് എഴുതും. റിസർച്ച് മെത്തഡോളജി നമ്മൾ പറഞ്ഞു, റിസർച്ച് ഡിസൈൻ പറഞ്ഞു, ഹൗ വി ഡിഡ് ദ റിസർച്ച്, എന്ത് ടെക്നിക്സ് ആണ് യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ഹൗ വി ഡിഡ് ഇറ്റ്, അതാണ് മെത്തഡോളജിയിൽ എഴുതുന്നത്. ഫൈൻഡിങ്ങിൽ നമ്മുടെ റിസൾട്ട്, അതായത് നമ്മുടെ എത്ര ന്യൂമറിക്കൽ റിസൾട്ടുകളില്ലേ, ഇത്ര പെർസെൻറ്റേജ്, ഗ്രാഫുകള്, എന്തെങ്കിലും ഗ്രാഫ് ഒക്കെ ഉണ്ടെങ്കിൽ ഗ്രാഫ്, അപ്പൊ അതൊക്കെ ഫൈൻഡിങ്സിൽ ഇൻക്ലൂഡ് ചെയ്യും. ഡിസ്കഷൻ, നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഇപ്പം സ്റ്റുഡൻസിന്റെ കേസ് തന്നെ എടുത്താല് 30-40% ഒബീസ് ആയിരുന്നു കുട്ടികൾ. അപ്പൊ അവരിൽ എന്തുകൊണ്ടാണ് ഒബീസിറ്റി വന്നത്, അത് മാറ്റാൻ എന്ത് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യണം. ആൻഡ് ദെൻ കംസ് കൺക്ലൂഷൻ. വാട്ട് വി ആർ കൺക്ലൂഡിങ് ഫ്രം ദ സ്റ്റഡി, റിസർച്ചിൽ നമുക്ക് എന്ത് കൺക്ലൂഷനിൽ എത്തിച്ചേരാൻ പറ്റുന്നു എന്നുള്ളത് നമ്മൾ കൺക്ലൂഡ് ചെയ്യണം. ആൻഡ് റെക്കമെൻഡേഷൻസ്, എന്തെങ്കിലും നമുക്ക് റെക്കമെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫർദർ സ്റ്റഡിക്കുള്ള ഐഡിയാസ്, ഫ്യൂച്ചർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഫർദർ സ്റ്റഡീസ് ചെയ്യാനുള്ള ഐഡിയാസ് ഉണ്ടെങ്കിൽ അതും നമ്മൾ റിസർച്ച് റിപ്പോർട്ടിൽ സാധാരണ വെക്കാറുണ്ട്. പ്രത്യേകിച്ച് ടെക്നിക്കൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള സബ്ജക്റ്റുകളിൽ നമ്മൾ സാധാരണ, സയൻസ് പോലുള്ള സബ്ജക്റ്റുകളിൽ നമ്മൾ സാധാരണ അത് ഇൻക്ലൂഡ് ചെയ്യും. സോ അടുത്ത ആ ഏരിയയിൽ റിസർച്ച് ചെയ്യുന്നവർക്ക് ആ ഒരു ഗ്യാപ്പ് എന്ന് വേണമെങ്കിൽ ദേ ക്യാൻ കണ്ടിന്യൂ ദെയർ റിസർച്ച്. ഓക്കെ, സോ നമുക്ക് ഒന്നുകൂടെ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ബ്രഷപ്പ് ചെയ്യാം. ഐഡന്റിഫൈങ് ദ പ്രോബ്ലം, എന്താണോ റിസർച്ച് ചെയ്യാൻ പോകുന്നത് അത് കണ്ടുപിടിക്കുക. ആ വർക്കിലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുക. എന്നിട്ട് നമ്മുടെ റിസർച്ച് ക്വസ്റ്റ്യൻ, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഹൈപ്പോത്തസിസ് റിവ്യൂ ചെയ്യുക, സെറ്റ് ചെയ്യുക. ആൻഡ് എങ്ങനെയാണോ നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്, വെദർ ഇറ്റ് ഇസ് സർവേ അല്ലെങ്കിൽ എന്താണോ നമ്മുടെ മെത്തേഡ്, സർവേ ആണോ, എക്സ്പെരിമെന്റ് ആണോ, സെക്കൻഡറി ഡേറ്റ സ്റ്റഡി ആണോ, ഒബ്സർവ് ചെയ്യാനാണോ പോകുന്നത് എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ചെയ്യുക. അത് ഫൈൻഡ് ചെയ്യുന്നത് നമ്മുടെ പ്രോബ്ലത്തിന്റെ ബേസിസിലായിരിക്കും. വാട്ട് കൈൻഡ് ഓഫ് പ്രോബ്ലം ഒക്കെ നോക്കിയിട്ടായിരിക്കും നമ്മളത് ഫൈൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് സാമ്പിളിങ്, എങ്ങനെ നമ്മൾ സാമ്പിൾ ചെയ്യും. ഇപ്പൊ ഒരുപാട് വലിയ പോപ്പുലേഷൻ ആണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നതെങ്കിൽ ഒരു ചെറിയ സാമ്പിളിനെ ചൂസ് ചെയ്യുക, അതെങ്ങനെയാണെന്നുള്ളത് നോക്കുക. എന്നിട്ട് ഡേറ്റ കളക്ട് ചെയ്യുക, എന്നിട്ട് നമ്മുടെ ഡേറ്റാനെ പ്രോസസ് ചെയ്യുക. ആൻഡ് ദെൻ അനലൈസ് യുവർ ഡേറ്റ. ആൻഡ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ റിപ്പോർട്ട്, അതിപ്പോ തീസിസ് ആയിക്കോട്ടെ, ചിലപ്പോൾ ജസ്റ്റ് ഒരു റിപ്പോർട്ട് ആയിരിക്കാം. ഇപ്പം എംഫില്ലിന്റെ ഒക്കെയാണ് നമ്മൾ ഡിസർട്ടേഷൻ എന്ന് പറയും. സോ അക്കോർഡിംഗ് ടു യുവർ പർപ്പസ് ഓഫ് യുവർ സ്റ്റഡി അല്ലെങ്കിൽ ലെവൽ ഓഫ് യുവർ സ്റ്റഡി ഒരു റിപ്പോർട്ട് പ്രസന്റ് ചെയ്യുക. അപ്പൊ റിപ്പോർട്ടിൽ ഈ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ക്ലിയർ? നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം, 2 ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യാം. വിച്ച് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഇസ് ദ ലോജിക്കൽ ഇൻ ദ ലിസ്റ്റ് ഗിവൻ ബിലോ? അപ്പൊ നമ്മൾ ഇത്രയും നേരം പഠിച്ച സ്റ്റെപ്സ് വെച്ചിട്ട് എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്തായാലും നമുക്ക് പ്രോബ്ലം ഫോർമുലേഷൻ ആണ് വരുന്നത് അല്ലെ. അപ്പം എന്തായാലും ഈ പോയിന്റ് അല്ല, ഇത് നമുക്ക് കളയാം. പ്രോബ്ലം ഫോർമുലേഷൻ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്താണ്? അനാലിസിസ് ആണോ? അല്ല, അനാലിസിസ് ഏറ്റവും ലാസ്റ്റ് ആണ് വരുന്നത്. സോ ഈ ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാം. സാമ്പിൾ ആണോ വരുന്നത്? ഹൈപ്പോത്തസിസ് മേക്കിംഗ് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ സാമ്പിളിംഗ് ഒക്കെ വരുന്നത്. സോ അപ്പൊ ഇതുമല്ല. സോ ദി ആൻസർ ഇസ് 3. ഒരുപാട് ഓപ്ഷൻസോ അല്ലെങ്കിൽ സീക്വൻസോ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നെറ്റ് എക്സാമിന് വരുമ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എലിമിനേഷൻ മെത്തേഡ്. ഓക്കെ, നമുക്ക് തെറ്റെന്ന് തോന്നുന്നതെല്ലാം സ്ട്രൈക്ക് ഔട്ട് ചെയ്ത് കളഞ്ഞാല് നമുക്ക് ലാസ്റ്റ് കറക്റ്റ് വണ്ണിന്ന് ചൂസ് ചെയ്യാൻ ഈസി ആയിരിക്കും. ഓക്കെ, സോ ദി ആൻസർ ഇസ് 3. In which of the following reporting format is formally prescribed? റിപ്പോർട്ടിംഗ് ഫോർമാറ്റ് ഏറ്റവും ഫോർമൽ ആയിട്ട് നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് എപ്പോഴായിരിക്കും? അത് ഡോക്ടറൽ ലെവൽ PhD ലെവൽ തീസിസിനായിരിക്കും അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. ഇപ്പൊ കോൺഫറൻസിനായാലും വർക്ക്ഷോപ്പിനായാലും ഒക്കെ സിമ്പോസിക്കൊക്കെ അങ്ങനെ ഒരു പ്രസന്റേഷൻ അത്ര ഇമ്പോർട്ടന്റ് ആയിരിക്കില്ല. പബ്ലിഷിംഗ് അത്രയും, കോൺഫറൻസിനൊക്കെ പബ്ലിഷ് ചെയ്ത് തരുമെന്നേ ഉള്ളൂ. കോൺഫറൻസിന് നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ യുവർ റിപ്പോർട്ടിംഗ് ഫോർമാറ്റ് ഇസ് നോട്ട് വെരി, എന്താ പറയുക, സ്ട്രിക്റ്റ് ആയിട്ട് പറയാറില്ല. അപ്പൊ എപ്പോഴും ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നത് സാധാരണ ഡോക്ടറൽ ലെവൽ തീസിസിനായിരിക്കും. ജേർണൽസും സാധാരണ പറയാറുണ്ട് ഒരു പ്രസന്റേഷൻ അല്ല, ഫോർമാറ്റ്. അപ്പം ഈ ഒരു ഓപ്ഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് ഡോക്ടറൽ ലെവൽ തീസിസ് ആണ്. ഓക്കെ, സോ എല്ലാവർക്കും ടോപ്പിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.